ആഷസ് അക്കാഡമി ഓൺലൈൻ കോച്ചിങ് പീഡിയാട്രിക്സ് കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ്. ഇതിനകത്ത് വരുന്ന ആദ്യത്തെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാവുന്നത് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് നേരെ നന്നായി പമ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തതിനാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇത് കാരണം എന്താ, ബോഡിയുടെ ഓക്സിജനും മെറ്റബോളിക് ആയിട്ടുള്ള ഡിമാൻഡ്സും മീറ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റുന്നില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതിന് ടിപ്പിക്കലായിട്ട് ഒരു പിള്ളേരിൽ വരുന്ന സിംറ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏർലി സൈൻ ഓഫ് ദിസ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ റെസ്റ്റിൻ്റെ സമയത്തും ടെക്കിക്കാർഡിയ വരും, ഓർ സ്ലൈറ്റ് എക്സേർഷൻ. സാധാരണ കുഞ്ഞു കൊച്ചുങ്ങൾ ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ഹാർട്ട് റേറ്റ് ഇച്ചിരി കുറയുകയും അതുപോലെ തന്നെ ക്രൈ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കൂടുതലായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് റെസ്റ്റിംഗ് സമയത്തും ടെക്കിക്കാർഡിയാണ്, അതൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ടെക്കിയപ്നിയ വരാം. അതുപോലെ ഇൻഫൻസിലുള്ള ഒരു പ്രത്യേകതയാണ് ഹാർട്ട് ഫെയിലിയറിൽ പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഒരു സ്കാൽപ്പിൻ്റെ സ്വെറ്റിങ് വരാം. ഫെറ്റീഗ്, ഇറിറ്റബിലിറ്റി, സഡൻ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ, അതായത് ഇതൊന്നും എലിമിനേറ്റഡ് ആവാതെ വരുമ്പോഴത്തേക്ക്. അതുപോലെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ബിക്കോസ് ഓഫ് ദ പൾമണറി എഡീമയൊക്കെ വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു കുഞ്ഞിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു മോണിറ്റർ ദ സൈൻസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ്. ഇൻഫൻസിലാണെങ്കിൽ നെയ്സൽ ഫ്ലെയറിങ്ങും അതുപോലെ തന്നെ യൂസ് ഓഫ് ആക്സസറി മസിൽ ഫോർ റെസ്പിറേഷൻ, ഇറ്റ്സ് എ സൈൻ ഓഫ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും നെയ്സസ് ഇങ്ങനെ ഫ്ലെയർഡ് ആവത്തില്ല. അപ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിൽ മാത്രമേ നെയ്സസ് ഫ്ലെയർഡ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ എപ്പൈക്കൽ പൾസ് ഫുൾ 1 മിനിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ടെമ്പറേച്ചർ നോക്കുക, വൈറ്റൽ സൈൻസ് നോക്കുക, അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ഇൻടേക്ക് ഔട്ട്പുട്ട് നോക്കുക. അപ്പോൾ ഈ ഇൻഫൻസിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് അറിയാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു വെയ് ദ ഡയപ്പേഴ്സ് ഫോർ ദ ആക്യുറേറ്റ് ഔട്ട്പുട്ട് കൗണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുക. വെയിറ്റിനകത്ത് എന്തെങ്കിലും ഇൻക്രിമെൻറ്റോ എന്തെങ്കിലും വേരിയേഷൻസ് വരുകയെന്നുണ്ടെങ്കിൽ അത് ഫ്ലൂയിഡ് റിട്ടൻഷനെയാണ് കാണിക്കുന്നത്. യു ഹാവ് ടു നോട്ടിഫൈ ഇമ്മീഡിയറ്റ്ലി. അതുപോലെ തന്നെ ഫേഷ്യലോ പെരിഫറലോ ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് എഡീമ ഉണ്ടോ എന്ന് നോക്കണം. ലങ് സൗണ്ട്സ് ഓൾസ്കൾട്ടേറ്റ് ചെയ്യണം. സോ റിപ്പോർട്ട് എനി അബ്നോർമൽ ഫൈൻഡിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഈ കൊച്ചിൻ്റെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു എലിവേറ്റ് ദ ഹെഡ് ഓഫ് ബെഡ് ഇൻ സെമി ഫൗളേഴ്സ് പൊസിഷനാണ്. അതുപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു തെർമൽ എൻവയോൺമെൻറ്റ് ആയിരിക്കണം. ബിക്കോസ് കോൾഡ് സ്ട്രെസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ റെസ്റ്റ്, നോൺ സ്റ്റിമുലൈ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൂളായിട്ട് ഹ്യൂമിഡിഫൈഡ് ആയിട്ടുള്ള O2 സപ്പോർട്ട് കൊടുക്കുക. ഈ കുഞ്ഞുങ്ങൾക്ക് തീരെ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കുന്നത് യു ക്യാൻ ഗീവ് ബൈ ഹൂഡ്. ഓൾഡർ ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് മാസ്കോ നെയ്സൽ കാനുല വഴി കൊടുക്കാൻ പറ്റും. ആഡിക്വേറ്റ് ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യും. വളരെ സ്മോളും വളരെ ഫ്രീക്വൻറ്റും ആയിട്ടുള്ള ഫീഡിങ്സ് ആയിരിക്കണം. വളരെ ലാർജ് ക്വാണ്ടിറ്റി അറ്റ് എ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ വർക്ക് ലോഡ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ സിംറ്റംസ് വളരെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡിങ്സ് ആയിരിക്കണം. ആൻഡ് യു ഹാവ് ടു ബർപ്പ് വെൽ. ആൻഡ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് യു ക്യാൻ യൂസ് ഹിയർ ഇസ് മെനി. അത് ഫസ്റ്റ് കാറ്റഗറി വരുന്നതാണ്. ഒന്ന് ഡിജോക്സിൻ കൊടുക്കുക, അല്ലെങ്കിൽ ലാനോക്സിൻ എന്ന് പറയും. അപ്പോൾ ഇത് ഡിജോക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസ് റേറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. എപ്പൈക്കൽ പൾസ് റേറ്റ് ഇൻ ഇൻഫൻസ് ആണ്. സ്മോൾ ചിൽഡ്രനത് ഏറ്റവും തീരെ കുഞ്ഞുങ്ങളിൽ ഇഫ് ദ പൾസ് റേറ്റ് ഇസ് ബിറ്റ്വീൻ 90 or 110 താഴെയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വിത്ത് ഹോൾഡ് ആൻഡ് നോട്ടിഫൈ. അതുപോലെ തന്നെ ഓൾഡർ ചിൽഡ്രനിൽ ഇഫ് ദ പൾസ് റേറ്റ് ഇസ് ബിലോ 70 യു ആർ നോട്ട് സപ്പോസ് ടു ഗീവ്, യു ഹാവ് ടു വിത്ത് ഹോൾഡ് ആൻഡ് നോട്ടിഫൈ. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിജോക്സിൻ കൊടുക്കുമ്പോഴത്തേക്ക് ഡിജോക്സിൻ്റെ ടോക്സിസിറ്റി സിംറ്റംസ് നോക്കണം. ടോക്സിസിറ്റിയുടെ സിംറ്റം എന്ന് പറഞ്ഞാൽ അനോറക്സിയാണ്, പുവർ ഫീഡിങ്, നോസിയ, വോമിറ്റിംഗ്, ബ്രാഡികാർഡിയ, അതുപോലെ തന്നെ അറിത്മിയാസ് വരാം. അപ്പോൾ ഈ ഡിജോക്സിൻ കൊടുക്കുമ്പോൾ ഇത് ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട തെറാപ്യൂട്ടിക് ആയിട്ടുള്ള സീറം ലെവൽ എത്രയാണെന്ന് ചോദിച്ചാൽ 0.5 to 2 നാനോഗ്രാം/ml ആണ്. അപ്പോൾ ഈ 2ന് മേളിൽ പോയാലെല്ലാം നമ്മൾ ഡിജോക്സിൻ ടോക്സിസിറ്റി വരും. അപ്പോൾ ഈ കുഞ്ഞിന് ഈ സിംറ്റംസ് എല്ലാം വരും. ഇപ്പോൾ സപ്പോസ് ഒരു മദർ ഇപ്പോൾ നമ്മളോട് പറയുക ദ ചൈൽഡ് ഹാസ് വോമിറ്റഡ് യെസ്റ്റർഡേ and don't administer the next due dose because the adverse reaction is already happened, toxicity is already happened, so you have to notify. Take the blood for blood serum level to check the digoxin level. അതുപോലെ തന്നെ നമ്മളിവിടെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം BP കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡയൂററ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. ഡയൂററ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രോസിമൈഡ് ഉപയോഗിക്കാം. ഫ്രോസിമൈഡ് കൊടുക്കുമ്പോഴത്തേക്ക് യു ഹാവ് ടു മോണിറ്റർ ഫോർ ഹൈപ്പോകലീമിയ ബിക്കോസ് ലാസിക്സ് എപ്പോഴും സോഡിയത്തെയും പൊട്ടാസ്യത്തെയും എലിമിനേറ്റ് ചെയ്യുന്നതാണ്. പൊട്ടാസ്യം വളരെ കുറഞ്ഞാലും ദർ ക്യാൻ ബി ചാൻസ് ഓഫ് അറിത്മിയാസോ അല്ലെങ്കിൽ ഡിസ്റിതമിയാസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടാസ്യം കുറവാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം സപ്ലിമെൻറ്റ് ചെയ്യാം. പൊട്ടാസ്യം സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒന്നീ ഡയറ്റ്, അതായത് ബേക്ക്ഡ് പൊട്ടറ്റോ അല്ലെങ്കിൽ സ്മാഷ്ഡ് ബനാന, പീനട്ട് ബട്ടർ, ഇതൊക്കെ കുഞ്ഞിന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൊച്ചിൻ്റെ സീറം ഇലക്ട്രോലൈറ്റ് ലെവലൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ വളരെ ലിമിറ്റഡ് ആയിരിക്കണം. അത് ഡീഹൈഡ്രേഷനോ അതുപോലെ തന്നെ സങ്കൺ ഫോണ്ടനല്ലോ
ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക, അത് എന്നിട്ട് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കൊച്ചിൻ്റെ സോഡിയം ലെവലും ഒക്കെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി അടുത്തത് കൺജനൈറ്റൽ ഹാർട്ട് ഡിസോർഡേഴ്സ് എന്ന് പറയും. കൺജനൈറ്റൽ ഹാർട്ട് ഡിസോർഡേഴ്സിൽ വരുന്ന ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മുടെ ഡിഫക്ട്സ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ എന്ന് പറയും. അതായത് ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇടതുവശത്തെ ഭാഗത്തു നിന്ന് വലതുവശത്തോട്ടാണ് ബ്ലഡ് ഷണ്ട് ചെയ്ത് പോകുന്നത്. അതായത് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ടു റൈറ്റ് സൈഡ്. അപ്പോൾ അതുകൊണ്ട് ഓക്സിജനേറ്റഡ് ഡീഓക്സിജനേറ്റഡിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത് സൈനോട്ടിക് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഡിസീസ് അല്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ASD, VSD, PDA എന്ന് പറയും. നമുക്ക് നോക്കാം. ASD എന്ന് പറഞ്ഞാൽ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നാണ്. രണ്ട് ഏട്രിയയുടെയും നടുക്കുള്ള സെപ്റ്റത്തിനകത്ത് ചെറിയൊരു ഓപ്പണിങ് നിലനിൽക്കുന്നതിനെയാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കൺജനൈറ്റൽ ഹാർട്ട് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുനിന്ന് വലതോട്ട് ഷണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. ഔട്ട്പുട്ട് കുറയുമ്പോൾ അതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് ആയിട്ടുള്ള പെരിഫറൽ പൾസ് ആയിരിക്കും, ഹൈപ്പോടെൻഷൻ ആയിരിക്കും, ഇറിറ്റബിലിറ്റി വരാം, റെസ്റ്റ്ലെസ്നെസ്, ലെഥാർജി, അതുപോലെ തന്നെ പെയിലും കൂളും ആയിട്ടുള്ള എക്സ്ട്രിമിറ്റീസ് ആയിരിക്കും, അതുപോലെ ടെക്കിക്കാർഡിയൊക്കെ വരാം, ഫീഡിങ് ഡിഫിക്കൽറ്റീസും ഒക്കെ വരാം. അതുപോലെ തന്നെ വലത്തോട്ട് ഇങ്ങനെ ഷണ്ട് ചെയ്ത് കയറുന്നുള്ളൂ, അവിടെ കൺജഷൻ കൂടുതലാവുന്നുണ്ട്, റൈറ്റ് സൈഡ് എൻലാർജ്മെൻറ്റ് വരും, അതുപോലെ തന്നെ റൈറ്റ് ഹാർട്ട് ഫെയിലറിനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നൊരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാർഡിയക് കത്തീറ്ററൈസേഷൻ വഴി നമ്മുടെ കത്തീറ്ററിൻ്റെ ടിപ്പിൽ ഒരു പാച്ച് വെച്ചിട്ട് ആ ഒരു ഹോള് ഒക്ലൂഡ് ചെയ്യുകയാണ്, സെപ്റ്റൽ ഒക്ലൂഡർ എന്ന് പറഞ്ഞ് ചെയ്യാം. ഇത് സക്സസ്ഫുൾ അല്ല, വലിയ ലാർജ് ഹോളാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുക, എന്നിട്ട് ആ ഹോള് നമ്മൾ അടയ്ക്കുക എന്നുള്ളതാണ്, ഡിഫക്റ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് വിത്ത് കാർഡിയോ പൾമണറി ബൈപ്പാസിലിട്ടിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ഇതിനകത്ത് വരുന്നൊരു ഡിഫക്റ്റാണ് VSD എന്ന് പറയും, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ദ തിങ് ഈസ് ദ സൈറ്റ് ഇസ് ചേഞ്ച്ഡ്. ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സെപ്റ്റത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നതിനെയാണ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സെയിം ബ്ലഡ് ഷണ്ടിങ് ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ഷണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ബ്ലഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറയുമ്പോൾ ഔട്ട്പുട്ട്, കാർഡിയക് ഔട്ട്പുട്ട് കുറയുമ്പോൾ ഞാൻ മേളിൽ പറഞ്ഞ പോലത്തെ സിംറ്റങ്ങൾ തന്നെ കുട്ടിയിൽ വരും. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഫെയിലറും ആയിപ്പോകും. ഇതിൻ്റെയും സെയിം ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മൾ കത്തീറ്ററൈസേഷൻ വഴി അവിടെ പാച്ച് വെച്ച് ഒക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ട് നമ്മൾ ആ പാച്ച് വെച്ച് അത് ക്ലോസ് ചെയ്യുകയോ ചെയ്യും. ഇനി അതുപോലെ തന്നെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയും. ഇപ്പോൾ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ലൈഫിൽ കൊച്ചിൻ്റെ സർക്കുലേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിസ്റ്റമിക്കും വീനസും അല്ല. അതുകൊണ്ട് ദർ ഇസ് എ കണക്ഷൻ എക്സിസ്റ്റ് ആണ്. അപ്പോൾ ഈ നമ്മുടെ അയോട്ടായും പൾമണറി ആർട്ടറിയും ഹാർട്ടിൻ്റെ വെളിയിൽ വെച്ചിട്ട് ചെറിയൊരു ട്യൂബുലർ സ്ട്രക്ചേഴ്സ് വഴി കണക്റ്റഡ് ആണ്. അതിനെയാണ് നമ്മൾ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. കൊച്ചു വെളി വന്ന് ശ്വാസം എടുത്തു കഴിഞ്ഞ് ഇത് ഇൻഡിപെൻഡൻറ്റ് സർക്കുലേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഗ്രാജുവലി ഷ്രിങ്ക് ഓഫ് ആയിട്ട് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അത് ചില കുട്ടികളിൽ അത് തുറന്നു തന്നെ ഇരിക്കും. അപ്പോൾ അയോട്ടയിൽ നിന്ന് ബ്ലഡ് ഷണ്ട് ചെയ്തിട്ട് പൾമണറി ആർട്ടറിയിലോട്ട് റൈറ്റിലോട്ട് കയറും. അതിനെയാണ് നമ്മൾ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. ഇവിടെയും സിംറ്റം സെയിം ആണ്. അയോട്ട വഴി വെളിയിൽ വരുന്ന ബ്ലഡ് കുറേ ഷണ്ട് ചെയ്ത് പൾമണറി ആർട്ടറി കഴിയുമ്പോഴത്തേക്ക് അയോട്ട വഴി താഴെ വരുന്ന ഔട്ട്പുട്ട് കുറയും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൺജഷനും വരും, ഡിസ്നിയ, പൾമണറി എഡീമ അതൊക്കെ വരും. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയറിനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ മാനേജ്മെൻറ്റ് പ്രിമച്വർ ബേബി ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ NSAID ഇൻഡോമെത്താസ് എന്ന് പറയും. ദിസ് ദ പ്രോസ്റ്റോഗ്ലാൻഡിൻ ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ അത് പ്രോസ്റ്റോഗ്ലാൻഡിൻ ഉണ്ടെങ്കിലേ അത് പേറ്റൻ്റ് ആയിട്ട് തുറന്നിരിക്കത്തുള്ളൂ. അപ്പോൾ പ്രോസ്റ്റോഗ്ലാൻഡിൻ ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കാർഡിയക് കത്തീറ്ററൈസേഷൻ വഴി ഡിഫക്റ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സർജിക്കൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിഫക്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. ഇനി അടുത്ത ഇതിനകത്ത് വരുന്ന ഒരു സെക്ഷനാണ് ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റ് എന്ന് പറയും. ഇതും കൺജനൈറ്റൽ ഹാർട്ട് ഡിസോർഡർ ആണ്. ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റിൽ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ കൊയാർട്ടേഷൻ ഓഫ് അയോട്ട എന്ന് പറയും. കൊയാർട്ടേഷൻ ഓഫ് അയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നാരോവിങ് നിയർ ദ ഇൻസെർഷൻ ഓഫ് ദ ഡക്ടസ് ആർട്ടീരിയോസിസ്. അപ്പോൾ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്ത് ബ്ലഡ് വെളിയിലോട്ട് അയോട്ട വഴി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഡക്ടസ് ആർട്ടീരിയോസിൻ്റെ സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് നാരോ ആകുമ്പോൾ കുറേ അങ്ങ് വരും, പിന്നെ താഴോട്ട് പോകാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോഴത്തേക്ക് താഴോട്ടുള്ള ഔട്ട്പുട്ട് എല്ലാം കുറയും, മേളിലോട്ട് അപ്പർ എക്സ്ട്രിമിറ്റിയിലോട്ടും അപ്പർ പാർട്ടിലോട്ടും എല്ലാം സിവിയർ കൺജഷനും ആവും. ഇതൊരു കൺജനൈറ്റൽ ഡിസോർഡറാണ്. ഇതിനകത്തൊരു ക്ലാസിക് സൈൻ ഈ ഒരു പേഷ്യൻറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പർ എക്സ്ട്രിമിറ്റിയിൽ വളരെ ബൗണ്ടിങ് ആയിട്ടുള്ള ഒരു പൾസ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും, അതുപോലെ എപ്പിസ്റ്റാക്സിസ്, സീഷേഴ്സിനൊക്കെ പോസിബിലിറ്റി ഉണ്ട് ഡ്യൂ ടു ഇറിറ്റേഷൻ ആൻഡ് കൺജഷൻ. താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലോവർ എക്സ്ട്രിമിറ്റിയിൽ BP വളരെ വീക്ക് ആയിരിക്കും, അതുപോലെ തന്നെ കൂൾ പെയിലായിട്ടുള്ള എക്സ്ട്രിമിറ്റീസ് ആയിരിക്കും, വീക്ക് പെരിഫറൽ പൾസും ഒക്കെ ആയിരിക്കും.
അപ്പോൾ ഒരു പേഷ്യൻറ്റിൽ തന്നെ 2 വൈറ്റൽ സയൻസിൻ്റെ റീഡിംഗ് ആണ് ഒരു ക്ലാസിക് മാനിഫെസ്റ്റേഷൻ ഓഫ് കൊയാക്ടേഷൻ ഓഫ് അയോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് കത്തീറ്റർ ടിപ്പായിട്ടുള്ള ബലൂൺ ഇതിനകത്തോട്ട് അയോട്ടയുടെ അവിടോട്ട് കയറ്റിയിട്ട് ആ നാരോഡ് അവിടെ ആയിട്ടുള്ള പോർഷൻ ആകുമ്പോഴത്തേക്ക് ബലൂൺ അങ്ങ് വീർപ്പിക്കുമ്പോഴത്തേക്ക് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ എൻലാർജ്മെൻറ്റ് ഓഫ് ദ നാരോഡ് റീജിയൻ. ബട്ട് സ്റ്റിൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. റീസ്റ്റെനോസിസ് പിന്നെയും പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സർജറിയാണ്. സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് റിസക്ഷൻ ഓഫ് ദ കൊയാക്റ്റഡ് പോർഷൻസ് മുറിച്ച് മാറ്റിയിട്ട് എൻഡ് ടു എൻഡ് അനസ്റ്റമോസിസ് ഓഫ് ദ അയോട്ട അത് ചെയ്യുന്നതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നൊരു മാനേജ്മെൻറ്റ്. ഇനി അടുത്തൊരു കാറ്റഗറി വരുന്നതാണ് കൺജനൈറ്റൽ ഡിസോർഡേഴ്സിൽ ഡിഫക്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ. ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് എപ്പോഴും വലത്തെ വശത്ത് മുതൽ ഇടത്തെ വശത്തോട്ട് ഷണ്ട് ചെയ്തുകൊണ്ടേ ഒഴുകിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്തോട്ട് കലരുന്നത് കൊണ്ട് ഇത് സൈനോട്ടിക് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടെട്രോളജി ഓഫ് ഫാലറ്റ്. ഇപ്പോൾ ടെട്ര എന്ന് പറയുന്നാൽ 4 എന്നുള്ളതാണ്. അപ്പോൾ 4 കണ്ടീഷൻ ഒന്നിച്ച് ഒരു ക്ലയൻറ്റിൽ വരുന്നതിന് ഒരു കൊച്ചിൽ വരുന്നതിനാണ് ടെട്രോളജി ഓഫ് ഫാലറ്റ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, രണ്ടാമത്തേത് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, മൂന്നാമത്തേത് പൾമണറി സ്റ്റെനോസിസ്, നാലാമത്തേത് ഓവർ റൈഡിങ് ഓഫ് അയോട്ട. ഓവർ റൈഡിങ് ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ അയോട്ട ലെഫ്റ്റ് വെൻട്രിക്കിളിനകത്താണ് ഇരിക്കുന്നത്. ഈ കണ്ടീഷനിൽ അയോട്ട നമ്മുടെ വെൻട്രിക്കിളിൻ്റെ രണ്ട് വെൻട്രിക്കിളിൻ്റെയും കൂടെ സെപ്റ്റത്തിൻ്റെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുമ്പോഴത്തേക്ക് 2 വെൻട്രിക്കിളിൽ നിന്നും പുഷ് ചെയ്യുന്ന ബ്ലഡ് ഈ അയോട്ടയിൽ കയറാനായിട്ട് പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫൻറ്റ് ചൈൽഡ് ഉണ്ടാവുമ്പോൾ തന്നെ അക്യൂട്ട്ലി സൈനോട്ടിക് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ബട്ട് ഇഫ് ദ ചൈൽഡ് ഹാസ് എ PDA കൂടെ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത്രയും സിവിയർ സൈനോസിസ് കാണത്തില്ല. കാരണം അവിടെ ഒരു ശകലം കണക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ കൊച്ചിൽ വരാവുന്നതാണ് ഹൈപ്പോക്സിയ വരാം. ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ബ്ലൂ സ്പെൽ എന്ന് പറയും. ബ്ലൂ സ്പെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ഓക്സിജൻ റിക്വയർമെൻറ്റ് വളരെ കൂടുമ്പോഴത്തേക്ക് അതിന് ബോഡിക്ക് അതിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് വളരെ കൂടുതലായിട്ട് നീലിച്ചു വരുന്നതിനാണ് ബ്ലൂ സ്പെൽ അല്ലെങ്കിൽ ഹൈപ്പർ സൈനോട്ടിക് സ്പെൽ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് കൂടുന്നതെന്ന് വെച്ചാൽ, കൊച്ച് കരയുവോ ഫീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡെഫിക്കേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ എക്സേർഷൻ ആവുന്നതുകൊണ്ട് ഓക്സിജനെ കൂടുതൽ ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് ഹൈപ്പർ സൈനോട്ടിക് സ്പെല്ലും. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ചെയ്യുന്നതാണ് ഷണ്ടാണ്. സർജിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പാലിയേറ്റീവ് ഷണ്ടാണ് ചെയ്യുന്നത്. അതന്നേരം നമ്മുടെ പൾമണറി ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടും, ഓക്സിജൻ്റെ സാച്ചുറേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യും. അത് പ്രൈമറി റിപ്പയർ പോസിബിൾ അല്ലാത്തവർക്കാണ്. അതുപോലെ തന്നെ നമ്മൾ സർജിക്കലായിട്ട് കംപ്ലീറ്റ് റിപ്പയർ ചെയ്യുന്നത് വിത്തിൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫാണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇതിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് നമുക്ക് മിക്സ്ഡ് ഡിഫക്റ്റ് എന്ന് പറയും. മിക്സ്ഡ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നൊരു കണ്ടീഷനാണ് TGA എന്ന് പറയും, ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി എന്ന് പറയും. അപ്പോൾ അതെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മുടെ നിൽക്കേണ്ട ലെഫ്റ്റ് വെൻട്രിക്കിളിനകത്ത് നിൽക്കേണ്ട അയോട്ട റൈറ്റിലും റൈറ്റ് വെൻട്രിക്കിളിൽ നിൽക്കേണ്ട പൾമണറി ആർട്ടറി ലെഫ്റ്റ് സൈഡിലുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കണക്ഷൻ ഒന്നും ഇല്ലാത്ത 2 സിസ്റ്റമിക്കും പൾമണറി സർക്കുലേഷനുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, കൊച്ച് ഉണ്ടാകുമ്പോൾ തന്നെ വളരെ ഹൈ സൈനോസ്ഡ് ആയിട്ടായിരിക്കും കൊച്ച് ഉണ്ടാകുന്നത്. കാർഡിയോമെഗാലിയൊക്കെ വളരെ എവിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് നോൺ സർജിക്കലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രോസ്റ്റോഗ്ലാൻഡിൻ E നമ്മൾ കൊടുക്കും. അതെന്ന് വെച്ചാൽ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്ന ആ ഓപ്പണിങ് കീപ്പ് ഓപ്പൺ ചെയ്യാനും ഇംപ്രൂവ് ദ മിക്സിംഗ് ഓഫ് ദ ബ്ലഡ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ബലൂൺ ഏട്രിയൽ സെപ്റ്റോസ്റ്റമി എന്ന് പറയും. അത് കാർഡിയക് എത്തിട്രൈസേഷൻ വഴി നമ്മുടെ റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും തമ്മിൽ ഫീച്ചർ ലൈഫിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഫൊറാമൻ ഓവേയിൽ എന്ന് പറയുന്നത്. അത് തുറന്നിരിക്കാൻ വേണ്ടി മിക്സിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ബലൂൺ ഏട്രിയൽ സെപ്റ്റോസ്റ്റമി എന്ന്. പിന്നെ നമ്മൾ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ്. അത് ആർട്ടീരിയൽ സ്വിച്ച് പ്രൊസീജിയർ എന്ന് പറയും, ടു റീഎസ്റ്റാബ്ലിഷ് ദ നോർമൽ സർക്കുലേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മിക്സ്ഡ് ഡിഫക്റ്റിനകത്ത് വരുന്നത്.